ജന്തർ മന്ദറിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജന്തർ മന്ദറിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിരവധി പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ അവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഡൽഹി ആൻഡ് പഞ്ചാബ് മിസ്റ്റർ കെജ്രിവാൾ ജി ആൻഡ് മിസ്റ്റർ ഭഗവന്ത് മാൻ are coming here to express their solidarity for this great agitation. ये आंदोलन के लिए solidarity declare करने के लिए ये अपनी करेंगे कुछ चाहिए बताओ. Yes, please sit down, please. Yeah. It's a historical moment for this agitation in Kerala. Two chief ministers, Delhi Chief Minister Mr. Kejriwal and Punjab Chief Minister Mr. Bhagwant Mann, both of them represent at least 6 crores of people in this country. They have come to declare their solidarity. We also have leader of VCK, Dr. Tiruma Vallavani here, Member of Parliament, Lok Sabha. With the permission of Dr. Farooq Abdullah ji, Kejriwal ji, Bhagwant Mann ji, and other senior leaders, let me now invite Shri Palanivel Tyagarajan, the Minister of IT in Tamil Nadu. Let me just briefly say, he is one of the brave fighter for center-state relations. When he was a finance minister of Tamil Nadu, he jointly fought with Kerala for the rights of the states. Center और राज्यों के बीच में न्याय होने के लिए जितना लड़ाई कर रहा है, इसका आगे है हमारा दोस्त PTR. With your permission, I invite Mr. PTR to address this historic agitation. Thank you very much for that kind introduction, John Brittis. Paying my respects to the Honorable Chief Ministers of Kerala, of Delhi, of Punjab, to the many ministers, parliamentarians, legislative members of Kerala, of other states, of our colleagues from Tamil Nadu, members of parliament, and all of the people gathered here. On behalf of our Chief Minister, Thiru M.K. Stalin, I'm happy to be a part of this vital expression of protest against the unfair, unjust, immoral, and ultimately self-destructive deprivation of funds. ജന്തർ മന്ദറിൽ കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരായി നടക്കുന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രതിഷേധ പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഇപ്പോൾ തമിഴ്നാടിന്റെ IT മന്ത്രി പളനിവേൽ ത്യാഗരാജനാണ് സംസാരിക്കുന്നത്. ഈ പ്രതിപക്ഷ കൂട്ടായ്മയിൽ അല്പസമയം മുൻപ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും എത്തിച്ചേർന്നു. ഇത് ഈ പ്രതിഷേധത്തിന് കൂടുതൽ ആവേശം പകരുന്നുവെന്നാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർ വിലയിരുത്തുന്നത്. കേരളത്തോട് കടുത്ത വിവേചനമാണ് കേന്ദ്രം കാട്ടുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. കേരളത്തിന് ലഭിക്കുമായിരുന്ന വിദേശ സഹായമടക്കം കേന്ദ്രം വിലക്കി. ഇടക്കാല ബജറ്റിലും കേരളത്തിന് യാതൊരു പ്രഖ്യാപനവും ഉണ്ടായില്ല. Going further, they use unfairly low estimates of the GSDP of our state and therefore set a limit as 3% or 3.5% of a much lower GSDP അകത്തുനിന്നുണ്ടായിട്ടും കേരളത്തിൽ യാതൊരു തരത്തിലുമുള്ള പ്രതികാര നടപടി ഉണ്ടായില്ല. കേരളത്തിന്റെ സാമ്പത്തിക രംഗം മെച്ചപ്പെട്ടു വരികയാണ്. അതേസമയം കേന്ദ്രത്തിന്റെ പല ആരോപണങ്ങളും പൂർണ്ണമായും തെറ്റാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. കേരളം പല ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് എഴുതിത്തള്ളുന്ന പ്രവണതയാണ് കേന്ദ്രത്തിനുള്ളത്. മറ്റൊരു വഴിയുമില്ലാതായതോടുകൂടിയാണ് ഇത്തരം ഒരു ചരിത്ര സമരം ഡൽഹിയിൽ സംഘടിപ്പിക്കേണ്ടി വന്നതെന്നും
മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഗവർണർക്ക് രൂക്ഷ വിമർശനം തന്റെ പ്രസംഗത്തിൽ ഉന്നയിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല. സംസ്ഥാനത്തുള്ളതിനേക്കാൾ കൂടുതൽ സമയമാണ് ഗവർണർ പുറത്ത് ചെലവഴിക്കുന്നത്. ഇന്നും ഗവർണർ ഡൽഹിയിലുണ്ട്. പല ബില്ലുകളടക്കം നോക്കാൻ സമയമില്ലാത്ത ഗവർണർ വഴിയിൽ മണിക്കൂറുകളോളം കുത്തിയിരിക്കാൻ സമയം ചെലവഴിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ ഗവർണർക്കെതിരെയും ഉന്നയിക്കുകയുണ്ടായി കേരള മുഖ്യമന്ത്രി. ഭഗവന്ത് മന്നും അരവിന്ദ് കെജ്രിവാളും ഡി രാജയും പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും അടക്കമുള്ള നേതാക്കൾ വേദിയിലുണ്ട്. കേന്ദ്രവിഹിതത്തിൽ നിന്ന് 57,000 കോടിയുടെ കുറവാണ് കേരളത്തിന് ലഭിച്ചത്. യൂണിയൻ സർക്കാർ എന്ന പ്രയോഗവും പിണറായി വിജയൻ നടത്തുകയുണ്ടായി. എയിംസ്, കെരയിൽ, ശബരിപാത അടക്കമുള്ള കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തുകയായിരുന്നു കേന്ദ്രം ചെയ്തത്. അതേപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസം കൊണ്ട് കേരളത്തെ കേന്ദ്രം ശിക്ഷിക്കുകയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. യൂണിയൻ സർക്കാർ എന്ന പ്രയോഗമാണ് funded as announced in the union budget. വിശദാംശങ്ങളുമായി KR ഗോപികൃഷ്ണൻ ചേരുകയാണ് ജന്തർ മന്ദറിൽ നിന്നും. ഗോപികൃഷ്ണൻ, എന്തായാലും രൂക്ഷമായ ഭാഷയിലാണ് കേരള മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ നയങ്ങളെ വിമർശിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഒരുപക്ഷെ ഉദ്ദേശിച്ചതിലുമേറെ ആൾക്കാർ എത്തിച്ചേരുന്നു. അതേപോലെ തന്നെ പഞ്ചാബ്, ഡൽഹി മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഐകദാർഢ്യ പ്രഖ്യാപനവുമായി എത്തുന്നു. എന്തൊക്കെ കാര്യങ്ങളിലാണ് മുഖ്യമന്ത്രി വിമർശനം ഉയർത്തിയത്? ഏത് രീതിയിലാണ് ഈ ഒരു പ്രതിഷേധം പുരോഗമിക്കുന്നത്? കൃഷ്ണ, കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള കേരള സർക്കാരിന്റെ പ്രതിഷേധം സൂചിപ്പിക്കുന്ന പ്രതിഷേധ റാലിയും പ്രകടനവും കഴിഞ്ഞ ശേഷമാണ് ഇവിടെ ജന്തർ മന്ദറിലെ സമരപ്പന്തലിൽ ഇപ്പോൾ പ്രതിഷേധ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം ഇതിനോടകം തന്നെ കേരളത്തിന്റെ പ്രതിഷേധം കൈവരിച്ചിരിക്കുന്നു എന്ന് പറയാം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള എന്നിവർ ഇതിനോടകം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. DMK-യെ പ്രതിനിധീകരിച്ച് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി പളനിവേൽ ത്യാഗരാജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ ഏത് തരത്തിലാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾക്ക് വിഘാതമാകുന്നത്, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഉണ്ടായിരിക്കേണ്ട ബന്ധം ഏത് തരത്തിലാണ് അട്ടിമറിക്കപ്പെടുന്നത്, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വിഹിതം നൽകാൻ കേന്ദ്രം മടിക്കുകയും സംസ്ഥാനങ്ങൾക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകുന്നതിൽ വിഘാതമുണ്ടാകുകയും ചെയ്തിരിക്കുന്നു. ഇത് രാജ്യത്ത് ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി അല്പം മുൻപ് പറഞ്ഞത്. അതിരൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കടന്നുകയറ്റങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി ഈ പ്രതിഷേധ റാലിയിൽ വാചാലനായത്. ഇത്തരം സന്ദർഭങ്ങളിൽ ജനാധിപത്യ വിശ്വാസികളെയും രാജ്യത്തിന്റെ ഐക്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരുടെയും കൂട്ടായ്മ അനിവാര്യമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൈവന്നിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രമല്ല, സംസ്ഥാന സർക്കാരുകളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിൽ വരുന്ന മാറ്റങ്ങൾ BJP ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിലാണ് പ്രകടമാകുന്നത്. ഇത് കൃത്യമായ വിഭജനത്തിന്റെ ലക്ഷണമായി കാണണം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത് ഇത്തരം പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ ഐക്യം തകർക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് എന്ന് പരോക്ഷമായി പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല, കേന്ദ്ര സർക്കാരിന്റെ നയവും സമീപനവുമാണ് രാജ്യത്ത് ഐക്യത്തിന് വിഘാതമുണ്ടാക്കുന്നതെന്നും വിഭജനത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്നും മുഖ്യമന്ത്രി ഇന്ന് തിരിച്ചടിച്ചു. അതുകൊണ്ട് തന്നെ ആ ഐക്യം നിലനിർത്താൻ, രാജ്യവും ഇന്ത്യയും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ, ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് കേരളം തുടക്കം കുറിച്ചിരിക്കുന്നതെന്നും ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. KR ഗോപികൃഷ്ണനാണ് ജന്തർ മന്ദറിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. ബൽറാം, ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗത്തിലുടനീളം യൂണിയൻ സർക്കാർ എന്ന പ്രയോഗമാണ് നടത്തിയത്. പലപ്പോഴും ഈ ഫെഡറൽ സ്റ്റേറ്റുകൾ അങ്ങനെ ഒരു പ്രയോഗത്തിന് പകരം യൂണിയൻ സർക്കാർ എന്ന പ്രയോഗം നടത്തുന്നു. അതേപോലെ തന്നെ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ മുഴുവൻ തല്ലിക്കെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്ന ഒരു പരാമർശവും ഉണ്ടായല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഈ സമരവേദിയിൽ നടത്തിയ പ്രസംഗത്തിൽ ശ്രദ്ധേയമായ നിലയിലാണ് തന്റെ വാക്കുകൾ പോലും പ്രയോഗിച്ചത്. കേന്ദ്ര സർക്കാർ എന്ന സാധാരണ നിലയിലുള്ള പ്രയോഗത്തിന് പകരമായി യൂണിയൻ സർക്കാർ എന്ന പ്രയോഗമാണ് നടത്തിയത്. നേരത്തെ തന്നെ ഇടതു പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായ തരത്തിലുള്ള നടപടികൾ എടുക്കുന്നു എന്ന ആരോപണവുമായി രംഗത്തെത്തുമ്പോൾ ഇത് സർക്കാർ എന്നുള്ളത് ഒരു കേന്ദ്ര സർക്കാർ അല്ല എന്ന നയമാണ് CPM സ്വീകരിച്ചത്. മറിച്ച് സെൻട്രൽ ഗവൺമെന്റ് അല്ല,
മറിച്ച് ഒരു യൂണിയൻ ഗവൺമെന്റ് ആണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ് ഈ ഭരണഘടനയിലെ നിർവചനം. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും ഈ ഒരു സന്ദേശം കൃത്യമായി തന്നെ നൽകാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ യൂണിയൻ ഗവൺമെന്റ് എന്ന് എടുത്തു പറഞ്ഞ് ഓരോ ഘട്ടത്തിലും വിമർശനം ഉന്നയിച്ചത്. പ്രധാനമായും കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിനുണ്ടായ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ലഭിക്കുമായിരുന്ന സഹായം പോലും കേന്ദ്രം തടസ്സപ്പെടുത്തി എന്ന കടുത്ത വിമർശനം ഉന്നയിച്ചു. പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടാനുള്ള ശ്രമം കേരളത്തിന്റെ കാര്യത്തിലുണ്ടായി. സമാനമായ പ്രതിസന്ധി രാജ്യത്തെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്നു എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനെതിരായി ഒന്നിച്ചു നിന്ന് പോരാടുക എന്നുള്ള സന്ദേശമാണ് ഇന്നത്തെ പ്രതിഷേധ ധർണ ഇത് നൽകുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഒരു ദേശീയ തലത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഒരു സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു പ്രതിഷേധം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തെ വ്യത്യസ്തമാക്കുന്നതും. വേദിയിൽ ഇപ്പോൾ ദേശീയ നേതാക്കളുടെ വലിയ സാന്നിധ്യം തന്നെ ഉറപ്പാക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പ്രതിനിധിയായി മന്ത്രി പഴനിവേൽ ത്യാഗരാജൻ അടക്കമുള്ളവർ എത്തിയിരിക്കുന്നു. ഫാറൂഖ് അബ്ദുള്ള വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് നേതാക്കളും അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും 2 മുഖ്യമന്ത്രിമാരെ വേദിയിൽ എത്തിക്കാൻ സംസ്ഥാനത്തിന്റെ ഈ സമരത്തിന് കഴിഞ്ഞിരിക്കുന്നു. 3 സംസ്ഥാനങ്ങളുടെ ഒരു പ്രതിഷേധമായി ഇത് മാറിയിരിക്കുന്നു ഈ വേദി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ പഴനിവേൽ ത്യാഗരാജൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശക്തമായ വാക്കുകളിൽ തന്നെയാണ് അദ്ദേഹവും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്നത്. ക്രിസ്റ്റീന. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി രാധാകൃഷ്ണൻ കൂടി ചേരുകയാണ്. ആർക്കെ തികച്ചും വേറിട്ട ഒരു പ്രതിഷേധം, ഒരു സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന പ്രതിഷേധം എന്നതിലുപരി പല പ്രമുഖരുടെയും പല സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യം അതിനൊരു ദേശീയ ഛായ പകർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഡൽഹിയെ എത്രത്തോളം ചലനാത്മകമാക്കാൻ ഈ സമരത്തിന് സാധിച്ചു എന്ന് പറയാൻ കഴിയും? ഇതില് ഈ സമരം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞ ചില വാചകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ സാമ്പത്തിക ഉപരോധം എന്ന പ്രയോഗം അദ്ദേഹം നടത്തിയിരിക്കുന്നു. നമുക്ക് ഈ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഉപരോധം എന്ന പദത്തിന്റെ എത്രത്തോളം കാഠിന്യമുള്ളതാണ് എന്ന് അറിയാം. ഒരു സംസ്ഥാനത്തിന് ഉപരോധം ഏർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ നടപടി എന്നുള്ളത് പൂർണ്ണമായിട്ടും ഫെഡറലിസത്തിന് എതിരായിട്ടുള്ളതാണ് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകളെ രാഷ്ട്രീയമായി നേരിടാതെ പകരം സാമ്പത്തികമായിട്ട് അടക്കമുള്ള നടപടികളിലൂടെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു, ദുർബലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു എന്ന ആക്ഷേപമാണ് അദ്ദേഹം പരോക്ഷമായി ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്രത്തെ സംബന്ധിച്ച് അഥവാ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഉള്ള ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അതിരൂക്ഷമായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ഒരു വിമർശനമായി ഇത് പരിഗണിക്കേണ്ടി വരും. പല ഘട്ടങ്ങളിലും സംസ്ഥാനം കേന്ദ്രത്തെ സമീപിച്ചിരുന്നു. ഒരു സാഹചര്യത്തിലും അനുകൂലമായിട്ടുള്ള നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. പലതുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. പക്ഷേ വിഭവങ്ങൾ ഉപയോഗിക്കാനായി കേന്ദ്രം അനുവദിക്കാത്ത ഒരവസ്ഥയാണ് ഉള്ളത്. സാമ്പത്തിക സ്ഥിതി എല്ലാ ഇടങ്ങളിലെയും പോലെ തന്നെ കേരളത്തിന്റെയും അത്രമാത്രമാണ് കേരളത്തിനും പ്രതിസന്ധിയായിട്ട് ഉള്ളത്. പക്ഷേ വിഹിത വിനിമയത്തിലും വിഹിതം അനുവദിക്കുന്നതിലും ഉണ്ടാക്കുന്ന വീഴ്ച അദ്ദേഹം അത് ഉദാഹരണം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ 1 രൂപയ്ക്ക് ഇത്ര ശതമാനം കൂടുതൽ നൽകുമ്പോൾ ഏതാണ്ട് 20% മാത്രമാണ് കേരളത്തിന് ലഭിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മൊത്തത്തിൽ ഒരു പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ ഇക്കാര്യത്തിൽ രാജ്യത്ത് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ വിഹിത വിനിയോഗത്തിന്റെ കാര്യത്തിൽ ജനാധിപത്യ ക്രമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇടപെടലിന് കേന്ദ്ര സർക്കാർ തയ്യാറാകൂ. അതിനാണ് കേരളം നേതൃത്വം നൽകുന്നത് എന്ന ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകാനായി ശ്രമിച്ചത്. ഈ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കന്മാർ ഓരോരുത്തരായി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ആം ആദ്മിയുടെ സാന്നിധ്യം തന്നെയാണ്. ആം ആദ്മി മുഖ്യമന്ത്രിമാർ ഈ യോഗ വേദിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കപ്പെടുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അതൊരു പുതിയ മുഖം ആയി മാറുന്ന ഒരു സാഹചര്യമുണ്ട്.
നമുക്കറിയാം ഇന്ത്യ മുന്നണിയിൽ ചില ഭിന്നതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. മമതാ ബാനർജി ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. മമതാ ബാനർജി പ്രതീക്ഷിച്ചിരുന്ന ഒരു സഖ്യ കക്ഷിയാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി മമതയുടെ ഈ എതിർപ്പ്, കോൺഗ്രസിനോടുള്ള എതിർപ്പുകളുടെയും ഏറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് അവർ പുലർത്തുന്ന ഇടതുപക്ഷ അനുകൂല നിലപാടാണ്.